الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم اهدنا لأحسن الأخلاق لا يهدي لأحسنها إلا أنت، واصرف عنا سيئها لا يصرف عنا سيئها إلا أنت. اللهم إنا نعوذ بك من منكرات الأخلاق والأهواء والأدواء. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. മുസ്ലിമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ ദൈനംദിന ഇടപാടുകളിൽ അദബിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. ആ അദബ് പാലിക്കണമെന്നും അത് പഠിക്കണമെന്നും അതിന്റെ പ്രാധാന്യം ഉണർത്തുന്ന സലഫുകളിൽ നിന്നുള്ള ധാരാളം ഉദ്ധരണികൾ അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കുകയുണ്ടായി. അദബ് എന്ന് പറയുമ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ വഹുവൽ അഖ്ദു ബിമകാരിമിൽ അഖ്ലാഖ്, വിശിഷ്ടമായ സൽസ്വഭാവങ്ങൾ ഉൾക്കൊള്ളലാണ്, അത് സ്വീകരിക്കലാണ് അദബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദബിന്റെ ബഹുഭൂരിഭാഗവും അത് സൽസ്വഭാവമാണ്. ആ സൽസ്വഭാവത്തെ ഉൾക്കൊള്ളലാണ് അദബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് സൽസ്വഭാവവും അദബും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നും ആ സൽസ്വഭാവം, ആ സ്വഭാവം നന്നാക്കേണ്ടതിന്റെ പ്രാധാന്യവും അത്തരക്കാർക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അമ്പിയാക്കന്മാർ അവർ ഏറ്റവും വിശിഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു. മഹാനായ നൂഹ് അലൈഹിസ്സലാം 950 വർഷം റബ്ബിലേക്ക്, ദീനിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുകയുണ്ടായി. കേവലം അല്പം ചില ആളുകൾ മാത്രമേ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നുള്ളൂ. അത്രയും കാലം അദ്ദേഹം ക്ഷമിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ക്ഷമ എത്രയായിരിക്കും? അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് 2 ആളുകൾ കടന്നു വരികയാണ്. അവർ മലക്കുകളായിരുന്നു. അത് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അറിയില്ല. അങ്ങനെ ആ 2 അതിഥികൾ കടന്നു വന്നപ്പോൾ അതിഥികൾക്ക് വേണ്ടി ഒരാട്ടിൻകുട്ടിയെ അറുത്ത് അദ്ദേഹം അവരെ സൽക്കരിക്കുകയാണ്. ആതിഥ്യ മര്യാദ എന്ന വലിയ ഒരു സ്വഭാവമാണ് അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്നഹു കാന സാദിഖൽ വഅദ്, അദ്ദേഹം വാക്ക് പാലിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വിശേഷണമായി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്മാർ തന്റെ പിതാവിൽ നിന്നും അകറ്റുന്നതിനു വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലിട്ട സംഭവം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ പിൽക്കാലത്ത് യൂസുഫ് അലൈഹിസ്സലാം മിസ്റിന്റെ ഭരണകേന്ദ്രങ്ങളിൽ, ആ ഭരണശിലാകേന്ദ്രങ്ങളിൽ അദ്ദേഹം അവിടെ എത്തുകയുണ്ടായി. അങ്ങനെ മിസ്രിൽ പട്ടിണി വ്യാപിച്ച കാലഘട്ടത്ത് യൂസുഫ് അലൈഹിസ്സലാമിന്റെ സഹോദരന്മാർ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഭക്ഷ്യസാധനങ്ങൾ വാങ്ങുന്നതിനായി വരുന്ന സംഭവം, ആ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ആ സമയത്ത് യൂസുഫ് അലൈഹിസ്സലാമിന് അവരോട് പകവീട്ടാമായിരുന്നു. തന്നെ ചെറുപ്പത്തിൽ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ തന്റെ സഹോദരന്മാരോട് അദ്ദേഹത്തിന് പ്രതികാരം തീർക്കാനുള്ള സാഹചര്യവും അധികാരവും എല്ലാം അദ്ദേഹത്തിനുണ്ടായിട്ടും അദ്ദേഹം അതൊന്നും ചെയ്തില്ല. മറിച്ച് അദ്ദേഹം ചെയ്തത് എന്താണ്? ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ മേൽ ഒരാക്ഷേപവുമില്ല, നിങ്ങളോട് പ്രതികാരം എടുക്കാനുള്ള ദിവസമല്ല ഇന്ന്. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകട്ടെ എന്ന് യൂസുഫ് അലൈഹിസ്സലാം തന്റെ സഹോദരന്മാർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുകയാണ്. അപ്പോൾ തന്നോട് അക്രമം ചെയ്ത ആളുകളോട് പോലും അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയും അതുപോലെ അവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്ത യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വിശിഷ്ടമായ ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന് പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് അടയാളപ്പെടുത്തിയതാണ്, സാക്ഷ്യപ്പെടുത്തിയതാണ്. ഖുർആനിൽ വന്നിട്ടുള്ള എല്ലാ സൽഗുണങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ട്. ഖുർആനിൽ അല്ലാഹു വിലക്കിയിരിക്കുന്ന എല്ലാ മോശമായ സ്വഭാവങ്ങൾ, അതിൽ നിന്നെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം അകലെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാർ അവരെല്ലാവരും
ഇത്തരത്തിൽ സൽസ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു എന്ന കാര്യം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരേണ്ടതുണ്ട്. അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ കഥകൾ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു കാര്യം കൂടുതലായി നമുക്ക് വ്യക്തമാകുന്നതാണ്. അടുത്തതായി പണ്ഡിതന്മാർ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സ്വഭാവത്തെ പ്രധാനമായും രണ്ട് നിലയ്ക്ക് നമുക്ക് അതിനെ വേർതിരിക്കാൻ കഴിയും. ഒന്നാമത്തേത് അഖ്ലാഖുൻ ഫിത്രിയത്തുൻ, ജന്മസിദ്ധയ ഒരാൾക്കുള്ള സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ ആ ഒരു പ്രകൃതത്തിലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചെറുപ്പം മുതൽ തന്നെ അത്തരത്തിലുള്ള സ്വഭാവത്തിൽ വളർന്നു വന്ന ആളുകൾ ഉണ്ടാവും, നല്ല സ്വഭാവത്തിൽ. അഖ്ലാഖുൻ ഫിത്രിയ, അയാളുടെ പ്രകൃതത്തിൽ തന്നെ ആ സ്വഭാവങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തെ ഇനമാണ് അഖ്ലാഖുൻ മുക്തസബ, ആർജിച്ചെടുക്കുന്ന സ്വഭാവങ്ങൾ. അയാൾ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നില്ല, പിന്നീട് പിൽക്കാലത്ത് അയാൾ നിരന്തരമായ പരിശ്രമത്തിലൂടെ ശീലത്തിലൂടെ അത്തരത്തിലുള്ള നല്ല സ്വഭാവങ്ങൾ അത് ശീലിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ സ്വഭാവങ്ങൾ ഈ രണ്ട് രൂപത്തിലാണുള്ളത്. ഒന്ന് ജന്മനാ ലഭിക്കുന്നതുമുണ്ട്, അതല്ലെങ്കിൽ പിൽക്കാലത്ത് നിരന്തരമായ പരിശ്രമത്തിലൂടെ അധ്വാനത്തിലൂടെ സ്വന്തം നഫ്സിനോടുള്ള മുജാഹദത്തിലൂടെ നല്ല നല്ല സ്വഭാവങ്ങൾ ആർജിച്ചെടുക്കാൻ കഴിയുന്നതുമുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അത് രേഖപ്പെടുത്തിയതായി കാണാം. അതിനുള്ള തെളിവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അശജ്ജ അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞതായി കാണാം, ഇന്ന ഫീക ഖല്ലതൈനി യുഹിബ്ബുഹുമുല്ലാഹ്, താങ്കളിലുള്ള രണ്ട് ഗുണങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണത്? അൽ ഹിൽമു വൽ അനാതു, ഒന്ന് സഹനശീലമാണ്. രണ്ടാമത്തേത് അൽ അനാതു, കാര്യങ്ങളിലുള്ള അവധാനത, ധൃതിയില്ലാതെ ഒരു കാര്യത്തിൽ അവധാനത കാണിക്കുക. ഈ രണ്ട് സ്വഭാവവും താങ്കളിലുണ്ട്. അവ രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്. ആ സന്ദർഭത്തിൽ സഹാബി റസൂലിനോട് ചോദിക്കുകയാണ്, അന അതഖല്ലഖു ബിഹിമാ അമില്ലാഹു ജബലനി അലൈഹിമാ. അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ ആ സ്വഭാവങ്ങൾ സ്വയം പരിശ്രമിച്ചെടുത്തുണ്ടാക്കിയതാണോ, അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകൃതത്തിലായിട്ടാണോ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്? റസൂലുള്ളാഹി പറഞ്ഞു, ബലില്ലാഹു ജബലക അലൈഹിമാ, അല്ലാഹു താങ്കളെ നിന്നെ സൃഷ്ടിച്ചത് ആ പ്രകൃതത്തിലായിക്കൊണ്ടാണ്. ആ സന്ദർഭത്തിൽ സഹാബി പറഞ്ഞതായി കാണാം, അൽഹംദുലില്ലാഹില്ലദി ജബലനി അലാ ഖല്ലതൈനി യുഹിബ്ബുഹുമുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങളിൽ എന്നെ സൃഷ്ടിച്ച അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയുമെന്ന് ആ സഹാബി പറഞ്ഞതായി കാണാം. അപ്പോൾ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയെ പ്രശംസിക്കുകയാണ്. നിന്നിലുള്ള രണ്ട് ഗുണങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ആ വ്യക്തിയിൽ അവന്റെ പ്രകൃതിയാ ഉള്ള സ്വഭാവങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വഭാവങ്ങൾ അത് രണ്ട് തരത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ വായിക്കാനിരിക്കുന്ന ആ റിസാലയിലേക്ക്, കൃതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ റിസാല എഴുതിയിട്ടുള്ളത്, ഈ ചെറിയ ഒരു കൃതി അത് എഴുതിയിട്ടുള്ളത് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ, ഇന്നും സൗദി അറേബ്യയിൽ റിയാദിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി കൊണ്ട് തന്റെ കൃതി ആരംഭിക്കുകയാണ്. നമ്മൾ പലതവണ കേട്ടതാണ്, പലതവണ പറഞ്ഞതാണ്. ബിസ്മി കൊണ്ട് എഴുത്തുകൾ, കൃതികൾ, പുസ്തകങ്ങൾ ആരംഭിക്കുക എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാജാക്കന്മാർക്ക് കത്തെഴുതുമ്പോൾ അവിടുത്തെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ അമ്പിയാക്കന്മാർ അവർ കത്തെഴുതിയ സന്ദർഭത്തിലും അതിന്റെ തുടക്കത്തിൽ ബിസ്മി ഉണ്ടായിരുന്നു. മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം അദ്ദേഹം ബിൽഖീസിലെ രാജ്ഞിക്ക് കത്തെഴുതിയപ്പോൾ അതിന്റെ തുടക്കത്തിൽ ബിസ്മി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബിസ്മി കൊണ്ട് തുടങ്ങാനുള്ള മറ്റൊരു കാരണമാണ് വിശുദ്ധ ഖുർആൻ. അത് നമ്മൾ തുറക്കുമ്പോൾ അതിൽ ആദ്യമായി കാണുന്നത് ബിസ്മിയാണ്. അപ്പോൾ ഖുർആനിന്റെ ആ ഒരു ശൈലി പിൻപറ്റിക്കൊണ്ട് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരും അവരവരുടെ കൃതികൾ എഴുതുമ്പോൾ ഈ ഒരു ശൈലി സ്വീകരിച്ചതായി കാണാം. അതുപോലെ പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു കാരണമാണ് ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ നാമം കൊണ്ട് ബറക്കത്തെടുക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് ബറക്കത്തെടുത്തുകൊണ്ട് ഒരു കാര്യം തുടങ്ങുക എന്നുള്ളത് അത് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പണ്ഡിതന്മാർ ഇത്തരത്തിൽ അവരുടെ എഴുത്തുകളും കൃതികളും പുസ്തകങ്ങളും ഒക്കെ ബിസ്മി കൊണ്ട് ആരംഭിക്കാനുണ്ടായത്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? ഇത്തരത്തിൽ നമ്മൾ വലിയ വലിയ കത്തുകൾ എഴുതുമ്പോൾ, അതുപോലെ വലിയ വലിയ ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ നമ്മൾ അയക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ തുടക്കത്തിൽ ബിസ്മി എഴുതാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന പാഠമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇഅ്ലം ഹദാനി അല്ലാഹു വ ഇയ്യാക ലിഅഹ്സനിൽ അഖ്ലാഖ് അന്ന മിൻ അഅ്ളമിൽ ആദാബി അശ്റത്തുൻ. അദ്ദേഹം പറയുകയാണ്, അല്ലാഹു എന്നെയും താങ്കളെയും ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളിലേക്ക്, ഏറ്റവും വിശിഷ്ടമായ സ്വഭാവത്തിലേക്ക് നമ്മെ വഴി നടത്തട്ടെ. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഈ പുസ്തകം പഠിക്കുന്ന, ഇത് വായിക്കുന്ന ആളുകൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇസ്ലാമിക മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 10 എന്ന് നീ അറിഞ്ഞുകൊള്ളുക. മുസ്ലിമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ഇടപഴകുന്ന മേഖലകളിൽ പാലിക്കേണ്ട ധാരാളം മര്യാദകളുണ്ട്.
പക്ഷേ ഈ ഗ്രന്ഥത്തിൽ, ഈ കൃതിയിൽ ഗ്രന്ഥകാരൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് 10 ആ 10 ചില പ്രത്യേകതകളുണ്ട്. അത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും നമ്മിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഖുർആനിലും സുന്നത്തിലും ധാരാളം തവണ ആവർത്തിക്കപ്പെട്ട ചില മര്യാദകളാണ്, ആദാബുകളാണ് മഹാനായ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ അദ്ദേഹം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചതുപോലെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സ്വഭാവം, ഏറ്റവും വിശിഷ്ടമായ സ്വഭാവത്തിലേക്ക് നമ്മെ വഴി നടത്താനായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ നമുക്കിത് കാണാൻ കഴിയും. റസൂലുള്ളാഹി അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത്. അല്ലാഹുവേ, ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിലേക്ക് നീ എന്നെ നയിക്കണമേ. അതിലേക്ക് നയിക്കുന്നവനായി നീയല്ലാതെ മറ്റാരുമില്ല. എന്നിട്ട് വീണ്ടും പറയുന്നു, വസ്രിഫ് അന്നി സയ്യിഅഹ ലാ യസ്രിഫു അന്നി സയ്യിഅഹ ഇല്ലാ അൻത്. മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് എന്നെ നീ അകറ്റി നിർത്തണമേ, അതിൽ നിന്ന് അകറ്റുന്നവനായി നീ അല്ലാതെ മറ്റാരുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളിച്ചതായി കാണാം. മറ്റൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഹ്വാഇ വൽ അദ്വാ. അല്ലാഹുവേ, വെറുക്കപ്പെട്ട സ്വഭാവങ്ങൾ, അതുപോലെ തന്നെ ദേഹേച്ഛകൾ, അതുപോലെയുള്ള രോഗങ്ങൾ, അതിൽ നിന്നെല്ലാം അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ട്. മൂന്നാമത്തെ പ്രാർത്ഥനയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞതായി കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അല്ലാഹുവേ, നീ എന്റെ സൃഷ്ടിപ്പ് അത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു, മനോഹരമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് അതുപോലെ നീ എന്റെ സ്വഭാവത്തെയും നേരെയാക്കണമേ, നന്നാക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 പ്രാർത്ഥനകൾ അത് മനഃപ്പാഠമാക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മുടെ സ്വഭാവം നന്നാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നേരെയാകാനുള്ള തൗഫീഖ് നൽകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു തൗഫീഖ് നൽകിയില്ലെങ്കിൽ നമ്മുടെ സ്വഭാവം അതൊരിക്കലും നന്നാവുകയില്ല. അപ്പോൾ അത് അല്ലാഹുവിന്റെ ആ തൗഫീഖ് ലഭിക്കുന്നതിനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അത് നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ, സുജൂദുകളിൽ, അതുപോലെ ഉത്തരം ലഭിക്കപ്പെടുന്ന സമയങ്ങളിലെല്ലാം നാം നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ സ്വഭാവം നന്നാവുക, നമ്മുടെ പെരുമാറ്റം നന്നാകുക എന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന്റെ അടയാളം. അതാണ് അവൻ അതബുള്ളവനായിരിക്കുക. അതബില്ലെങ്കിൽ അവൻ എത്രത്തോളം അതബില്ലയോ അത്രത്തോളം അവന് ഈ ദുനിയാവിലും അതുപോലെ ആഖിറത്തിലും അവന് നഷ്ടങ്ങളാണ് നേരിടേണ്ടി വരിക എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. അപ്പോൾ സ്വഭാവങ്ങൾ അത് മാറ്റിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ആ സ്വഭാവങ്ങൾ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയും എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ചില ആളുകൾ, അവരോട് നമ്മൾ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല നല്ല പെരുമാറ്റ മര്യാദകളൊക്കെ പറയുന്ന സന്ദർഭത്തിൽ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ, കോപിക്കാൻ പാടില്ല. കോപം എന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഘട്ടങ്ങളിലായി അവിടുന്ന് വിലക്കിയ കാര്യമാണ്. ലാ തഗ്ബബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ അവിടുന്ന് ഉപദേശം ചോദിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഗ്ബബ്, നീ കോപിക്കാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തഗ്ബബ് വലക്കൽ ജന്ന, നീ കോപിക്കരുത്, നിനക്ക് സ്വർഗ്ഗമുണ്ട്. അപ്പോൾ കോപിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ആ സ്വഭാവം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചില ആളുകൾ പറയും, ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെയാണ്, എന്റെ ഉപ്പയും എന്റെ വല്ലുപ്പയും അവരൊക്കെ അങ്ങനെയാണ്, അതിന്റെ അർത്ഥം എന്റെ സ്വഭാവം അങ്ങനെയാണ്, അതെനിക്കിനി മാറ്റാൻ കഴിയില്ല എന്ന തലത്തിലാണ് പല ആളുകളും സംസാരിക്കുന്നത്. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ സ്വഭാവത്തെ, നമ്മിലുള്ള മോശമായ പെരുമാറ്റ മര്യാദകളെ അതൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും എന്നാണ് ഈ പ്രാർത്ഥനകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? സ്വഭാവം നന്നാക്കി തരണമേ എന്നാണ്. അപ്പോൾ സ്വഭാവം എന്നത് അത് പ്രകൃതിയ ഉള്ള നിലക്ക് തന്നെയാണ്, അതിലൊരു മാറ്റവും സംഭവിക്കാത്തതാണെങ്കിൽ ഈ പ്രാർത്ഥനകൾ കൊണ്ടൊന്നും അർത്ഥമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരിക. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബലിനെ വിളിച്ച് പറഞ്ഞതായി കാണാം, യാ മുആദ് ഹസ്സിൻ ഖുലുഖക്, മുആദേ, നീ സൽസ്വഭാവത്തെ, നിന്റെ സ്വഭാവത്തെ നന്നാക്കുക എന്ന് അവിടുന്ന് ഉപദേശിച്ചതായി കാണാം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല സ്വഭാവത്തോടു കൂടി നല്ല നിലയിൽ നിങ്ങൾ വർത്തിക്കുക, പെരുമാറുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലിന്റെ ഈ കൽപ്പനകളൊക്കെ അത് വെറും ഒരു വാക്കാണ്, അതിനൊന്നും ഒരു പ്രത്യേകിച്ച് അർത്ഥമില്ല എന്നായിരിക്കും എന്ത് വരിക, ഈ സ്വഭാവം അത് മാറാത്തതാണ് എന്ന് പറയുന്ന ആളുകൾ അവർ പറയേണ്ടി വരിക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നമുക്ക് കാണാം, ഇന്നല്ലാഹ തആല ഖസമ ബൈനകും അഖ്ലാഖകും കമാ ഖസമ ബൈനകും അർസാഖകും. അദ്ദേഹം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉപജീവനം, നിങ്ങളുടെ റിസ്ക് അത് നിങ്ങൾക്കിടയിൽ വീതം വെച്ചതുപോലെ
നിങ്ങളുടെ സ്വഭാവങ്ങളെയും അള്ളാഹു നിങ്ങൾക്കിടയിൽ വീതം വെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. എല്ലാവർക്കും ഒരേപോലെയല്ല അള്ളാഹു റിസ്ക് നൽകിയിട്ടുള്ളത്. ചിലർക്ക് റിസ്കിന്റെ മാർഗങ്ങൾ അത് വിശാലമാക്കി കൊടുത്തിട്ടുണ്ടാവും, എന്നാൽ ചില ആളുകൾക്ക് അത് ഇടുങ്ങിയതായിരിക്കും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സ്വഭാവങ്ങളെയും ഇത്തരത്തിൽ വീതം വെച്ചിട്ടുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, സൽ സ്വഭാവം എന്നുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സമ്മാനമാണ്. അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ ഫضലാണ്, അള്ളാഹു നമുക്ക് നൽകുന്ന നിഅമത്താണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ഉദ്ദേശിക്കുന്ന വിശിഷ്ട ഗുണങ്ങൾ, സ്വഭാവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി നൽകും. എന്നിട്ട് അവർ പറഞ്ഞതായി കാണാം, റിസ്കിന്റെ വിഷയത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ അനിവാര്യമായും പുലർത്തേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ റിസ്ക് തേടുമ്പോൾ, അന്വേഷിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്കാണ് നമ്മുടെ ഹൃദയം തിരിക്കുന്നത്, അള്ളാഹുവിലാണ് നമ്മൾ തവക്കുലാക്കുന്നത്, ആ അള്ളാഹുവിലേക്കാണ് നമ്മൾ അഭയം തേടുന്നത്. രണ്ടാമത്തേത്, ആ റിസ്ക് അന്വേഷിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് അനുവദിച്ചു നൽകിയ മാർഗത്തിലൂടെ നമ്മൾ ആ റിസ്ക് നേടാൻ പരിശ്രമിക്കാറുണ്ട്. ഇത് രണ്ടും റിസ്കിന്റെ വിഷയത്തിൽ അനിവാര്യമായ കാര്യമാണ്. ഒരാൾ വെറുതെ തവക്കുലാക്കിയിരുന്നത് കൊണ്ട് അയാൾക്ക് റിസ്ക് ലഭിക്കുകയില്ല, മറിച്ച് അയാൾ അള്ളാഹുവിനോട് ചോദിക്കുകയും അള്ളാഹുവിൽ വരവേൽപ്പിക്കുകയും അതോടൊപ്പം റിസ്ക് ലഭിക്കാനുള്ള മാർഗങ്ങൾ അയാൾ അതിൽ പരിശ്രമിക്കുകയും ചെയ്യണം. ഇതുപോലെയാണ് സ്വഭാവങ്ങളും. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നല്ല സ്വഭാവങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണം. മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ അതിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കണം. അതുപോലെ നല്ല സ്വഭാവങ്ങൾ ലഭിക്കാനുള്ള പരിശ്രമങ്ങളും നമ്മിൽ നിന്നുണ്ടാകണം. റിസ്ക് നേടാൻ നമ്മൾ പരിശ്രമിക്കുന്നത് പോലെ നല്ല നല്ല സ്വഭാവങ്ങൾ അത് നമുക്ക് ആർജിച്ചെടുക്കുവാൻ നമ്മൾ നിരന്തരമായ ശീലങ്ങളും പരിശീലനങ്ങളും അത്യാവശ്യമാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ സൂചിപ്പിച്ചതായി കാണാം. ഇതാണ് ആമുഖമായി അഖ്ലാഖുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഗ്രന്ഥകാരൻ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ അവൽ, ഒന്നാമത്തെ മര്യാദയായി അദ്ദേഹം പറയുകയാണ്, ഇദാ ലഖീത മുസ്ലിമൻ ഫസല്ലിം അലൈഹി ഖായിലൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിമായ ഒരു സഹോദരനെ നീ കണ്ടുമുട്ടുകയാണെങ്കിൽ അവനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് നീ അവനെ അഭിവാദ്യം അർപ്പിക്കുക, സലാം പറയുക. വഇൻ സല്ലമ അലൈക ഫഖുൽ, ഇനി ആരെങ്കിലും നിന്നോട് സലാം പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നീ തിരിച്ച് മറുപടി പറയുക. ഇതാണ് ഒന്നാമത്തെ മര്യാദയായി അദ്ദേഹം പഠിപ്പിക്കുന്നത്. സലാം പറയുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, മുസ്ലിമായ ഒരു വ്യക്തിക്ക് തന്റെ സഹോദരനോടുള്ള 6 ബാധ്യതകളുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിക്കുകയാണ്, മാ ഹുന്ന യാ റസൂലല്ലാഹ്, അവ ഏതൊക്കെയാണ് റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി പറയുന്നത്, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നീ മുസ്ലിമായ നിന്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ നീ അവനോട് സലാം പറയണം. അതാണ് മുസ്ലിമായ സഹോദരനോടുള്ള നിനക്കുള്ള ഒന്നാമത്തെ ബാധ്യത. അതാണ് ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അപ്പോൾ ഇസ്ലാമിന്റെ അഭിവാദ്യ രീതി, ഇസ്ലാമിന്റെ തഹിയ്യത്ത് എന്ന് പറയുന്നത് അത് വളരെ അർത്ഥസമ്പൂർണമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പറയുന്നതാണ്. ഈ സലാമിന് ധാരാളം ശ്രേഷ്ഠതകൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തേത്, ഇസ്ലാമിൽ ഒരു വളരെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വ്യക്തി ചോദിക്കുകയാണ്, അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, ഇസ്ലാമിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഏറ്റവും അധികം ഉപകാരമുള്ള ഒരു കാര്യം ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുത്ഇമുത് തആമ വതഖറഉസ് സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നീ ജനങ്ങളെ ഭക്ഷിപ്പിക്കുക, അവർക്ക് ആഹാരം കൊടുക്കുക. ഭക്ഷണം അതിന് വകയില്ലാത്ത ആളുകൾ, അവർക്ക് നീ ഭക്ഷണം കൊടുക്കുകയും അതുപോലെ നിനക്ക് അറിയുന്ന ആളുകളോടും അറിയാത്തവരോടും, സുപരിചിതരായ ആളുകളോടും അതുപോലെ അപരിചിതരായ ആളുകളോടും അവർക്കെല്ലാം നീ സലാം പറയുക. ഈ 2 കാര്യങ്ങളാണ് അങ്ങേയറ്റം പ്രതിഫലം ലഭിക്കുന്ന കർമ്മമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഹദീസിൽ എല്ലാവരോടും സലാം പറയണമെന്നാണുള്ളത്. എന്നാൽ മറ്റ് ഹദീസുകൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ സലാം കൊണ്ട് ആരംഭിക്കേണ്ടത് അത് മുസ്ലിമീങ്ങളോട് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ ശ്രേഷ്ഠത. അതാണ് ഈ ഹദീസിൽ മറ്റൊരു പാഠമുണ്ട്. നമ്മുടെ അമലുകൾ, കർമ്മങ്ങൾ, എല്ലാ കർമ്മങ്ങളും ഒരേ പദവിയിലല്ല. കർമ്മങ്ങൾക്കിടയിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് സഹാബത്ത് റസൂലിനോട് ചോദിക്കുന്നത്, റസൂലെ ഏറ്റവും ഖൈറായ ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്ന കർമ്മം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത കാര്യം ഇതാണ്. അതുപോലെ തന്നെ അറിയുന്ന ആളുകളോടും പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും സലാം പറയണം.
എന്നാൽ പരിചയമുള്ള ആളുകളോട് മാത്രം സലാം പറയുന്ന ഒരു കാലഘട്ടം വരും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സലാമിന്റെ രണ്ടാമത്തെ ശ്രേഷ്ഠതയാണ് സലാം എന്നത് അത് മലക്കുകളുടെയും അതുപോലെ നബിമാരുടെയും അവരുടെ തഹിയ്യത്താണ്, അവരുടെ അഭിവാദ്യ രീതിയാണ് സലാം പറയുക എന്നുള്ളത്. നാം പറയുന്ന സലാമിന് അതിന് ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്തോളം അതിന് പഴക്കമുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഖലഖല്ലാഹു ആദമ വതൂലുഹു 60 ദിറാഅ. അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ നീളം എന്ന് പറയുന്നത് അത് 60 മുഴമാണ്. എന്നിട്ട് ആദം നബിയോട് അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ് ഫസല്ലിം അലാ ഉലൈക മിനൽ മലായിക. ആ കൂട്ടം മലക്കുകളോട് അതല്ലെങ്കിൽ മലക്കുകളുടെ ആ കൂട്ടം അവരോട് പോയി താങ്കൾ സലാം പറയുക. ഫസ്തമി' മാ യുഹയ്യൂനക. എന്നിട്ട് അവർ താങ്കളോട് തിരിച്ചു പറയുന്നത് എന്താണ്, താങ്കളോട് തിരിച്ചു പറയുന്ന അഭിവാദ്യം അതെന്താണെന്ന് താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, തഹിയ്യതുക വതഹിയ്യതു ദുജ്ജിയതക. അതാണ് താങ്കളുടെയും താങ്കളുടെ സന്താനങ്ങളുടെയും അഭിവാദ്യ രീതി അതാണ്. എന്നിട്ട് ആദം അലൈഹിസ്സലാം അദ്ദേഹം മലക്കുകളോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. ആ സമയത്ത് മലക്കുകൾ തിരിച്ചു മറുപടി പറഞ്ഞതായി കാണാം, അസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹ്. അവർ റഹ്മത്തുള്ളാഹ് എന്ന് അധികമായി തിരിച്ചു പറഞ്ഞതായി കാണാം. മറ്റു റിവായത്തുകളിൽ കാണാം വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹ്. അപ്പോൾ മലക്കുകൾ അവർ തിരിച്ച് മറുപടി നൽകിയതായി കാണാം. അപ്പോൾ മലക്കുകളുടെയും അമ്പിയാക്കന്മാരുടെയും അഭിവാദ്യ രീതിയാണ് സലാം എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന് മകന് ജനിക്കാനിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് 2 മലക്കുകൾ വന്ന സമയം, ആ സന്ദർഭത്തെ കുറിച്ച് ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റ. നമ്മുടെ ദൂതന്മാർ അഥവാ മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് സന്തോഷ വാർത്തയും കൊണ്ട് വരികയുണ്ടായി. എന്നിട്ട് മലക്കുകൾ പറഞ്ഞു, ഖാലു സലാമ. അവർ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് സലാം പറയുകയാണ്. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഖാല സലാമുൻ. അദ്ദേഹം അവരോടും തിരിച്ച് അതേ രൂപത്തിൽ സലാം പറയുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ പറയുന്ന സലാം അത് അമ്പിയാക്കന്മാരുടെ മലക്കുകളുടെ അഭിവാദ്യ രീതിയാണ്. അതിന് ആദം അലൈഹിസ്സലാമിന്റെ കാലത്തോളം അതിന് പഴക്കമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സലാമിന്റെ മൂന്നാമത്തെ ശ്രേഷ്ഠതയാണ് അത് മുഅ്മിനീങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും ഇണക്കവും ഐക്യവുമെല്ലാം ഊട്ടിയുറപ്പിക്കുന്ന, അതിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് സലാം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ. നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബു. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനീങ്ങളാവുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, അവല അദുല്ലുകും അലാ ഷൈഇൻ. ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ, ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. അത് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ, അത് നിങ്ങൾ നടപ്പിലാക്കിയാൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും. റസൂലുള്ളാഹി പറയുകയാണ്, അഫ്ശു സലാമ ബൈനക്കും. നിങ്ങൾ സലാം പറയണമെന്നല്ല പറഞ്ഞത്, മറിച്ച് അഫ്ശു, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക. ഇഫ്ഷ എന്ന് പറഞ്ഞാൽ ഇശാഅതുഹു വ ഇദ്ഹാറുഹു വൽ ഇക്സാറു മിൻ. സലാം ധാരാളമായി വർദ്ധിപ്പിക്കുക, അത് പ്രകടമാക്കുക, അത് വ്യാപിപ്പിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അറിയുന്നവരോടും അറിയാത്തവരോടും ധാരാളമായി നമ്മൾ സലാം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അത് നമുക്കിടയിൽ ഐക്യവും സ്നേഹവും വളർത്തുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് യഹൂദികളായ ആളുകൾ, അവർക്ക് നമ്മോട് അസൂയയാണ്, മുഅ്മിനീങ്ങളോട് മുസ്ലിമീങ്ങളോട് അസൂയയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, മാ ഹസദത്കുമുൽ യഹൂദു അലാ ഷൈഇൻ മാ ഹസദത്കും അലാ സലാമി വത്തഅ്മീൻ. ജൂതന്മാർ അവർ നിങ്ങളോട് അസൂയ വെച്ച് പുലർത്തുന്നുണ്ട്. അവർ അസൂയപ്പെടുന്ന പ്രധാനപ്പെട്ട 2 കാര്യമാണ്, നിസ്കാരത്തിൽ നിങ്ങൾ ആമീൻ പറയുന്ന വിഷയത്തിലും അതുപോലെ നിങ്ങൾ പരസ്പരം സലാം പറയുന്ന വിഷയത്തിലും അവർക്ക് നിങ്ങളോട് അങ്ങേയറ്റത്തെ അസൂയയാണ്. കാരണം മുസ്ലിമീങ്ങൾ സലാം പറയുമ്പോൾ അവർക്കിടയിൽ സ്നേഹവും ഐക്യവുമാണ് വരുന്നത്. അതുപോലെ നിസ്കാരത്തിൽ ആമീൻ എന്ന് പറയുന്നത് അത് വലിയൊരു പ്രാർത്ഥനയാണ്. യഹൂദികളുടെ മാർഗത്തിൽ ചേർക്കരുത്, സിറാത്തുൽ മുസ്തഖീമിൽ ചേർക്കണമെന്നുള്ള പ്രാർത്ഥനയാണ്. ഈ 2 വിഷയത്തിൽ ജൂതന്മാർ അസൂയപ്പെട്ടതുപോലെ മറ്റൊന്നിലും നിങ്ങളോട് അസൂയപ്പെട്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഐക്യവും അവർക്കിടയിലുള്ള സ്നേഹവും അതെല്ലാം തകർക്കുക എന്നുള്ളത് അത് ജൂതന്മാരുടെ എല്ലാ കാലത്തുമുള്ള അവരുടെ ലക്ഷ്യമാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ മുസ്ലിമായി കയറി അഭിനയിക്കുകയും എന്നിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കുകയും അങ്ങനെ അവരെ തമ്മിൽ തല്ലിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് ജൂതന്മാരായ ആളുകൾക്ക് എല്ലാ കാലത്തും ഉള്ളത് എന്ന് ചരിത്രം വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് സലാം വ്യാപിപ്പിക്കുക എന്നുള്ളത് അത് പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അങ്ങാടികളിലേക്ക് പുറപ്പെടും. രാവിലെ തന്നെ അദ്ദേഹം ഓരോ കടക്കാരോടും അദ്ദേഹം ഇങ്ങനെ സലാം പറയും. അദ്ദേഹത്തിന് സാധനങ്ങൾ മറ്റു വസ്തുക്കളൊന്നും വാങ്ങാൻ ആവശ്യമില്ലെങ്കിലും അദ്ദേഹം അങ്ങാടികളിലേക്ക് പോയി ധാരാളമായി സലാം വ്യാപിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇമാം മാലിക് തന്റെ മുവത്തയിൽ ഉദ്ധരിക്കുകയാണ്,
അപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സാധനങ്ങളൊന്നും ആവശ്യമില്ലാഞ്ഞിട്ടും അങ്ങാടികളിൽ പോയി ഇത്തരത്തിൽ സലാം പറയുന്നത്, അങ്ങാടികളിലേക്ക് പോകുന്നത്? ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്നമാ നഗ്ദു മിൻ അജ്ലി സലാം ഫനുസല്ലിമു അലാ മൻ ലഖീനാഹു. അങ്ങാടികളിലേക്ക് പോകുന്നത് അത് സലാം പറയുന്നതിന് വേണ്ടി, അത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മളെ കണ്ടുമുട്ടുന്ന ആളുകളോടെല്ലാം നാം സലാം പറയും എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അങ്ങാടികൾ എന്നുള്ളത് പൊതുവെ അള്ളാഹുവെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് അശ്രദ്ധമായി കിടക്കുന്ന മേഖലയാണ്. അവിടെ കച്ചവടങ്ങളും മറ്റിടപാടുകളും ഒക്കെയാണ് കൂടുതലായി ഉണ്ടാവുക. വഞ്ചനയും ചതിയും ഒക്കെ ധാരാളമായി നടക്കുന്ന മേഖലയാണ് അങ്ങാടികൾ. അത്തരം സ്ഥലങ്ങളിൽ പോയി അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഓർമ്മപ്പെടുത്തുന്നതിനായി, ആ സലാം വ്യാപിപ്പിക്കുന്നതിനായി സ്വഹാബത്ത് പ്രത്യേകമായി പോയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ സലാം വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. ഇദാ ലഖിയ അഹദുകും അഖാഹു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തന്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ ഫൽയുസല്ലിം അലൈഹി, അവനോട് സലാം പറഞ്ഞു കൊള്ളട്ടെ. ഫഇൻ ഹാലത് ബൈനഹുമാ ഷജറത്തുൻ ഔ ജിദാറുൻ ഔ ഹജറുൻ, നിങ്ങൾ സലാം പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിടയിൽ വല്ല മരമോ വല്ല ചുമരോ അല്ല വലിയ കല്ലോ നിങ്ങൾക്കിടയിൽ മറ സൃഷ്ടിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് പിന്നെയും നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ ഫൽയുസല്ലിം അലൈഹി, വീണ്ടും അവൻ സലാം പറഞ്ഞു കൊള്ളട്ടെ. ഇത് സലാം വ്യാപിപ്പിക്കുന്നതിന്റെ ഒരു രൂപമാണ്. അതുകൊണ്ട് നമ്മൾ ഒരാളെ കണ്ടു, നമ്മൾ വീണ്ടും പുറത്തിറങ്ങി വന്നു, വീണ്ടും കയറി വരുമ്പോൾ വീണ്ടും സലാം പറയുക. അത്തരത്തിൽ നമുക്കിടയിൽ ഒരു മറ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ കാണുമ്പോഴെല്ലാം ഈ സലാം ഇങ്ങനെ വ്യാപിച്ച് കൊണ്ടിരിക്കണം എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ സലാം വ്യാപിപ്പിച്ച ആളുകൾ അവർക്കുള്ള പ്രതിഫലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശു സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. വഅത്ഇമു ത്വആം, നിങ്ങൾ ഭക്ഷിപ്പിക്കുക, ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക. വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുക. രാത്രിയുടെ ആ നിശബ്ദതയിൽ എല്ലാവരും സുഖനിദ്രരായി ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്യുക. ഈ 4 ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഗുറഫൻ, നിശ്ചയം സ്വർഗ്ഗത്തിൽ ചില റൂമുകളുണ്ട്, മുറികളുണ്ട്. യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ളാഹിരിഹാ, ആ റൂമിന്റെ പ്രത്യേകത അതിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറം വ്യക്തമായി കാണുന്നതാണ്, പുറത്തു നിന്ന് നോക്കിയാൽ അതിന്റെ ഉള്ളും കാണുന്നതാണ്. അഥവാ സ്ഫടികം കൊണ്ടുള്ള അത്രയും അലങ്കൃതമായ ചില റൂമുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ്? അഅദ്ദഹ അല്ലാഹു ലിമൻ അത്അമ അത്അാമ വഅഫ്ശ അസ്സലാമ വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ഭക്ഷിപ്പിക്കുന്നവർക്ക് അതുപോലെ സലാം വ്യാപിപ്പിക്കുന്നവർക്കും രാത്രിയുടെ ആ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകം തയ്യാറാക്കി വെച്ച ചില റൂമുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സുന്നത്ത് അത് നടപ്പിലാക്കാൻ നാം ഓരോരുത്തരും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അടുത്ത ആളുകൾ അവരാരാണ്? 2 ആളുകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവരിൽ ആദ്യം സലാം പറയുന്നവർ അവരാണ് അള്ളാഹുവുമായി ഏറ്റവും അടുത്തവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഇന്ന ഔലൻ നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാം, ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവർ, അള്ളാഹുവിന്റെ അടിയിൽ കൂടുതൽ സ്ഥാനമുള്ളവർ അവർ സലാം കൊണ്ട് ആരംഭിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ 2 ആളുകൾ കണ്ടുമുട്ടുമ്പോൾ ആദ്യം സലാം പറയുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തിയതായി കാണാം. ഒരാളും അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തോട് ആദ്യം സലാം പറയാൻ ആർക്കും കഴിയാറില്ല. കാരണം അദ്ദേഹം അതിലേക്ക് മുന്നിടാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ സലാം പറയുക എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്ത് അത് അനിവാര്യമാക്കുന്ന ഒരു കാര്യമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾ റസൂലിനോട് ചോദിക്കുകയാണ്, ദുല്ലനി അലാ അമലിൻ യുദ്ഖിലുനിൽ ജന്ന, റസൂലെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന ഒരു കർമ്മം താങ്കൾ അറിയിച്ചു തന്നാലും. റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന മിൻ മൂജിബാത്തിൽ മഗ്ഫിറതി ബദ്ല അസ്സലാമി വ ഹുസ്നൽ കലാം, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് അല്ലാഹുവിന്റെ പാപമോചനം അത് അനിവാര്യമാക്കുന്ന നിർബന്ധമാക്കുന്ന കാര്യമാണ് സലാം പറയുക, സലാം വ്യാപിപ്പിക്കുക. അതുപോലെ നല്ല സംസാരങ്ങൾ ഇതെല്ലാം അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ അനിവാര്യമാക്കുന്ന കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇത്രയും ശ്രേഷ്ഠതയുള്ള ഇത്രയും മഹത്വമുള്ള ഈ സലാം അത് പറയാതെ പിടിച്ചു വെക്കുന്ന ആളുകൾ അവരെ കുറിച്ച് റസൂൽ പറഞ്ഞു, അബ്ഖലുൻ നാസി മൻ ബഖില ബിസ്സലാം, സലാം കൊണ്ട് പിശുക്ക് കാണിക്കുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ.
അവനെ പിശുക്കൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാ പറയുന്നു, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, അതിനുള്ള പ്രതിഫലങ്ങളൊക്കെ റസൂലുള്ളാ അറിയിക്കുകയാണ്. അത്തരം ധാരാളം പ്രതിഫലങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും പറയാതെ അതിനെ പിടിച്ചു വെക്കുന്ന ആളുകൾ, അവൻ ഒരു തരത്തിലുള്ള പിശുക്കാണ് അവനിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇതാണ് സലാമുമായി ബന്ധപ്പെട്ട് അതിന്റെ ശ്രേഷ്ഠതകൾ നാം മനസ്സിലാക്കേണ്ടത്. ഇനി സലാമുമായി ബന്ധപ്പെട്ട് ഗ്രന്ഥകാരൻ സൂചിപ്പിച്ചിട്ടുള്ള ചില മര്യാദകളുണ്ട്. അതിന് പുറമെ മറ്റു ചില മര്യാദകളും നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. ഒന്നാമതായി മുഅല്ലിഫ് ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇദാ ലഖീത മുസ്ലിമൻ, മുസ്ലിമായ ഒരു വ്യക്തിയെ നീ കണ്ടുമുട്ടുമ്പോൾ, ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അൽ ലുഖിയു നൗആൻ, കണ്ടുമുട്ടുക എന്നുള്ളത് അത് രണ്ട് രൂപത്തിലാണ്, രണ്ട് ഇനമുണ്ടത്. ഒന്നാമത്തേത് ലുഖിയുൻ ഹഖീഖിയുൻ, നേരിട്ട് കാണുക, നമ്മൾ കണ്ണുകൊണ്ട് മറയില്ലാതെ നമ്മുടെ മുൻപിൽ നേരിട്ട് കാണുക. രണ്ടാമത്തേതോ ലുഖിയുൻ ഹുക്മിയുൻ, നേരിട്ട് കാണുന്നില്ല, ഒരു മറക്കപ്പുറമാണ്. ഉദാഹരണമായി ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ട്. അത്തരം ഘട്ടങ്ങളിലും അവരും എന്താണ്, നേരിട്ട് കാണുന്നവനെ പോലെയാണ്, ആ വിധിയിൽ തന്നെയാണ്, ആ ഹുക്മിൽ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ഘട്ടത്തിലും രണ്ടിനും ഇത് പറയും അൽ-ലിഖാ, കാണുക എന്ന് അത് രണ്ടിനും പറയുന്നതാണ്. എന്നിട്ട് പറഞ്ഞു ഇദാ ലഖീത മുസ്ലിമൻ, മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ. അപ്പോൾ മുസ്ലിമീങ്ങളോടാണ് നമ്മൾ സലാം പറഞ്ഞു തുടങ്ങേണ്ടത്. മുസ്ലിമീങ്ങൾ അല്ലാത്ത ആളുകളോട് അങ്ങോട്ട് പോയി സലാം പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ലാ തബ്ദഉൽ യഹൂദ വലൻ നസാറ ബിസ്സലാം, യഹൂദികളോടും നസാറാക്കളോടും നിങ്ങൾ സലാം കൊണ്ട് തുടങ്ങാൻ പാടില്ല, അവരോട് അങ്ങോട്ട് പോയി സലാം കൊണ്ട് ആരംഭിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. എന്നാൽ ഒരു സദസ്സിൽ അവിടെ മുസ്ലിമീങ്ങളുമുണ്ട്, മുസ്ലിമീങ്ങൾ അല്ലാത്ത മുശ്രിക്കുകളായ ആളുകളുമുണ്ട് എങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത്? മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ അലാ മജ്ലിസിൻ, റസൂലുള്ളാഹി ഒരു സദസ്സിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്, ഫീഹി അഖ്ലാഖുൻ മിനൽ മുസ്ലിമീന വൽ മുശ്രിക്കീൻ അബദത്തിൽ ഔസാനി വൽ യഹൂദ്, ആ സദസ്സിൽ മുസ്ലിമീങ്ങളുണ്ട്, അതുപോലെ വിഗ്രഹാരാധകരായ യഹൂദരായ മുശ്രിക്കുകളും ആ സദസ്സിലുണ്ട്. ഫസല്ലമ അലൈഹിം, റസൂലുള്ളാഹി ആ സദസ്സിലുള്ള ആളുകളോട് സലാം പറഞ്ഞു. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു സദസ്സിൽ രണ്ട് വിഭാഗം ആളുകളും ഉണ്ടെങ്കിൽ മുസ്ലിമീങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് അത്തരം ഘട്ടങ്ങളിൽ സലാം പറയാവുന്നതാണ് എന്നതിന്റെ വിശദീകരണത്തിൽ ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളോട് അങ്ങോട്ട് സലാം പറയരുത്. ഇനി അവർ ഇങ്ങോട്ട് പറഞ്ഞാൽ നാം എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫലാ തബ്ദഊഹും ബിസ്സലാം, നിങ്ങൾ യഹൂദികളോട് അങ്ങോട്ട് സലാം കൊണ്ട് ആരംഭിക്കരുത്. ഫഇൻ സല്ലമു അലൈക്കും, ഇനി അവർ നിങ്ങളോട് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ ഫഖൂലു വഅലൈക്കും, നിങ്ങൾ അവരോട് എന്ത് പറയുക? വഅലൈക്കും എന്ന് പറയുക, നിങ്ങൾക്കും അതുണ്ടാകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. അതിന്റെ കാരണം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നൽ യഹൂദ ഇദാ സല്ലമു അലൈക്കും, യഹൂദികൾ നിങ്ങളോട് സലാം പറയുമ്പോൾ അവരിൽ ഒരാൾ പറയുന്നത് എങ്ങനെയാണ്? അസ്സാമു അലൈക്കും, അസ്സലാമു എന്നല്ല, അസ്സാമു അലൈക്കും എന്നാണ് അവർ പറയുന്നത്. അസ്സാം എന്ന് പറഞ്ഞാൽ അൽ മൗത്ത് വൽ ഹലക, നിങ്ങൾക്ക് മരണമുണ്ടാകട്ടെ, നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ എന്നാണ് അവർ പറയുന്നത്. അവർ അവരുടെ വാക്കുകളിൽ ഒളിപ്പിച്ച് അത് കടത്തുകയാണ്. അപ്പൊ ഇസ്ലാമിലെ സലാം എന്ന് പറയുന്നത് അതൊരു വ്യക്തിയുടെ രക്ഷയ്ക്കുള്ള സമാധാനത്തിലുള്ള പ്രാർത്ഥനയാണ്. അതിന് നേരെ കലതിരിക്കുകയാണ് യഹൂദികളായ ആളുകൾ. അവർ അസ്സാമു അലൈക്കും എന്നാണ് അവർ പറയുക. അതുകൊണ്ട് ഫഖുൽ, അവരോട് നിങ്ങൾ പറഞ്ഞുകൊള്ളുക, അലൈക, നിനക്കും അതുണ്ടാകട്ടെ എന്ന് അവർക്ക് മറുപടി കൊടുത്തുകൊള്ളുക എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യഹൂദികളായ ആളുകൾ അവർ റസൂലിന്റെ അടുക്കൽ വന്ന് റസൂലിനോട് പറഞ്ഞു, അസ്സാമു അലൈക്കും, റസൂലെ താങ്കൾക്ക് മരണം സംഭവിക്കട്ടെ, നാശമുണ്ടാകട്ടെ എന്നവർ പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, വ അലൈക്കും, നിങ്ങൾക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ അങ്ങേയറ്റം കോപാകുലയാവുകയാണ്. അവർ പറഞ്ഞു, അസ്സാമു അലൈക്കും, യഹൂദികളോട് പറയുകയാണ്, നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ, വലഅനകുമുല്ലാഹു വഗളിബ അലൈക്കും, അള്ളാഹുവിന്റെ കോപവും അള്ളാഹുവിന്റെ ശാപവും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഇത് കേട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മഹ്ലൻ യാ ആയിഷ, ആയിഷ ഒരൽപ്പം സാവകാശം കാണിക്ക്, അലൈകി ബിർരിഫ്ഖ്, നീ റിഫ്ഖോടുകൂടി സൗമ്യതയോടുകൂടി കാര്യങ്ങളെ സൗമ്യതയോടുകൂടി നീ പെരുമാറുക. പറഞ്ഞു, വഇയ്യാകി വൽഉനുഫ അബിൽ ഫുഹ്ഷ്, മറുപടി പറയുന്ന സന്ദർഭത്തിൽ കാണിക്കുന്ന ആ കാഠിന്യം, ആ കടുപ്പം, അതൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി, അത് സൂക്ഷിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അവലം തസ്മഅ മാ ഖാലു, റസൂലേ അവർ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? റസൂലുള്ളാഹി പറഞ്ഞു, അവലം തസ്മഇ മാ ഖുൽതു, അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് മറുപടി കൊടുത്തത് നീയും കേട്ടില്ലേ? റദത്തു അലൈഹിം, ഞാൻ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഫയുസ്തജാബു ലീ ഫീഹിം വലാ യുസ്തജാബു ലഹും ഫിയ, ഞാൻ അവർക്കെതിരെ പറഞ്ഞിട്ടുള്ള ആ പ്രാർത്ഥന അതിന് അല്ലാഹു ഉത്തരം നൽകും, എന്നാൽ അവർ എനിക്കെതിരെ നടത്തിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക്
അത് അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മുസ്ലിമീങ്ങളായ ആളുകളോടാണ് നമ്മൾ സലാം കൊണ്ട് ആരംഭിക്കേണ്ടത്. അവർ ഇങ്ങോട്ട് പറഞ്ഞാൽ വ അലൈക്കും എന്നാണ് നമ്മൾ തിരിച്ചു പറയേണ്ടത് എന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അടുത്തതായി പണ്ഡിതന്മാർ സൂചിപ്പിച്ച കാര്യമാണ് മറാത്തിബുസ് സലാം, സലാമിന്റെ മർത്തബകൾ, അതിന്റെ പദവികൾ. സലാമിന് 3 പദവികളാണുള്ളത്. ഒന്നാമത്തേത് അസ്സലാമു അലൈക്കും, ഇതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപം. രണ്ടാമത്തേത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മൂന്നാമത്തേത് ഏറ്റവും പൂർണ്ണമായ രൂപം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാണ് സലാമിന്റെ ഏറ്റവും അവസാനം. ഇതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായ ഇതാണ്. സ്വഹാബത്തിൽ നിന്നെല്ലാം അറിയപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. എന്നാൽ ഇതിനപ്പുറമായി മറ്റു കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഹദീസുകൾ അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് ഗ്രന്ഥകാരൻ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് അദ്ദേഹം സൂചിപ്പിച്ചതായി കാണാം. അപ്പോൾ സലാമിന്റെ ഈ 3 മർത്തബകളുണ്ട്, ഈ 3 പദവികൾ. ഇത് സലാമിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം. അത് പറയാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അത് മുഖേന നമുക്ക് ലഭിക്കുന്നത് വലിയ പ്രതിഫലമാണ്. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരിക്കുകയാണ്. ആ സദസ്സിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു. അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കി. എന്നിട്ട് അദ്ദേഹം സദസ്സിലിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു അശ്റുൻ, അവന് 10 ഉണ്ട്. രണ്ടാമതൊരു വ്യക്തി കടന്നു വന്നു. അദ്ദേഹം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സലാം അടക്കി. അദ്ദേഹം സദസ്സിലിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു ഇശ്റൂൻ, അവന് 20 ഉണ്ട്. മൂന്നാമതൊരു വ്യക്തി കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി പറഞ്ഞു സലാസൂൻ, അവന് 30 ഉണ്ട്. അപ്പോൾ ആദ്യം കടന്നു വന്ന വ്യക്തിക്ക് 10 പ്രതിഫലമാണ്, രണ്ടാമത്തെ വ്യക്തിക്ക് 20 മൂന്നാമത്തെ ആൾക്ക് 30 പ്രതിഫലമാണ് അള്ളാഹു രേഖപ്പെടുത്തുന്നത്. അപ്പോൾ സലാം പറയുക എന്നുള്ളത് കേവലം സെക്കൻഡുകൾ മാത്രമേ ആവശ്യമുള്ളൂ ആ സലാമിന്റെ പൂർണ്ണമായ രൂപം പറയാൻ. അപ്പോൾ ആ പൂർണ്ണമായ രൂപം അത് നമ്മൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുക. നിമിഷ നേരം കൊണ്ട് വലിയ പ്രതിഫലങ്ങളാണ് അത് മുഖേന നമുക്ക് ലഭിക്കുന്നത്. ഇനി സലാം പറയുന്നതിന്റെ ഹുക്ം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇൽഖാഉസ് സലാമി സുന്നത്തുൻ ഇജ്മാഅ. സലാം പറയുക, സലാം കൊണ്ട് ഒരാളോട് തുടങ്ങുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്, ഏകാഭിപ്രായമാണ്. അപ്പോൾ മുസ്ലിമായ ഒരു സഹോദരനെ കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറയണമെന്ന് നിർബന്ധമല്ല. അതിന്റെ ഹുക്ം പറയുമ്പോൾ അത് നിർബന്ധമല്ല, മറിച്ച് സുന്നത്താണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉണ്ട്. ഇനി ഒരാളെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അയാളോട് നമുക്ക് എന്ത് പറയാം? സലാമുൻ അലൈക, അലൈക എന്ന് പറയാം. അതല്ലെങ്കിൽ സലാമു അലൈക്കും, ജംഇന്റെ ബഹുവചനത്തിന്റെ രൂപത്തിലും നമുക്ക് പറയാം. അലൈക്കും എന്ന് പറയുമ്പോൾ ആ വ്യക്തിയോടും അതുപോലെ അവിടെയുള്ള മലക്കുകളെയും എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള വാക്യമാണത്. അപ്പോൾ ഹദീസിൽ രണ്ടും വന്നിട്ടുണ്ട്, അലൈക എന്നും കാണാം, അതുപോലെ അലൈക്കും എന്നും വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതലായി വന്നിട്ടുള്ളത് അലൈക്കും എന്നുള്ള രൂപമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ സലാം പറയൽ അത് സുന്നത്താണ്. എന്നാൽ റദ്ദുസ് സലാമി അലാ മൻ ഉൽഖിയ അലൈഹി വാജിബുൻ ഇജ്മാഅൻ. ഒരാളോട് സലാം പറയപ്പെട്ടാൽ ആ സലാം മടക്കുക എന്നുള്ളത് അത് വാജിബാണ്, നിർബന്ധമാണ്. ആ വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. അപ്പോൾ ഒരാൾ സലാം പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കൽ എന്താണ്? അത് നിർബന്ധമായ കാര്യമാണ്. ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അത്തസ്ലീമു തതവ്വുഉൻ. സലാം പറയുക എന്നുള്ളത് അത് ഐച്ഛികമായ സുന്നത്തായ ഒരു കാര്യമാണ്. വറദ്ദു ഫരീളത്തുൻ, അതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് അത് ഫർളാണ്, നിർബന്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അന്ന റദ്ദ വാജിബുൻ അലാ മൻ സുല്ലിമ അലൈഹി. ഒരാളുടെ മേൽ സലാം പറയപ്പെട്ടാൽ അതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമാണ്. ഫയഅ്സമു ഇല്ലം യഫ്അൽ. ഇനി ഒരാൾ അപ്രകാരം സലാം മടക്കിയില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. കാരണം ലിഅന്നഹു ഖാലഫ അംറല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങളോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൽപ്പിച്ച കാര്യമാണ്. ആ കൽപ്പനയോട് എതിരിൽ നിന്നു എന്നതിനാൽ അവന് കുറ്റക്കാരനാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇനി സലാം പറയൽ വാജിബാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരാളോട്, ഒരു വ്യക്തിയോടാണ് സലാം പറയപ്പെട്ടതെങ്കിൽ ആ വ്യക്തി തന്നെ മടക്കണം. ഞാൻ ഒരാളോട് സലാം പറഞ്ഞു, ആ സലാം ആരോടാണോ പറഞ്ഞത് ആ വ്യക്തി തന്നെ മടക്കൽ നിർബന്ധമാണ്. അത് അവന്റെ മേൽ ഫർളു ഐനാണ്. എന്നാൽ ഒരു സംഘം ആളുകളോടാണ് ഞാൻ പറയുന്നതെങ്കിൽ അവിടെ ഫർളു ഐന് മാറി എന്താവും? ഫർളു കിഫായയാകും. ആരെങ്കിലും ഒരാൾ മടക്കിയാൽ മതി, എല്ലാവരും മടക്കണമെന്നില്ല. ആരെങ്കിലും ഒരാൾ മടക്കിയാൽ തന്നെ അത് മതിയാകുന്നതാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുജ്സിഉ അനിൽ ജമാഅതി ഇദാ മർറു അൻ യുസല്ലിമ അഹദുഹും വയുജ്സിഉ അനിൽ ജുലൂസി അൻ യറുദ്ദ അഹദുഹും. ഒരു സംഘം ആളുകൾ നടന്നു പോകുമ്പോൾ അവരിൽ ഒരാൾ സലാം പറയുന്നതും അതുപോലെ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് അതിന് മറുപടിയായി ഒരാൾ അത് തിരിച്ചു പറയുന്നതും അത് മതിയായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം.
അപ്പോൾ സലാം അടക്കുക എന്നുള്ളത് അത് വാജിബാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി സലാം അടക്കുന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു അസ്സിയാദതു സുന്നത്തുൻ. ഇങ്ങോട്ട് എങ്ങനെയാണോ പറഞ്ഞത് അതിനേക്കാൾ വർദ്ധിപ്പിച്ച് പറയുക എന്നുള്ളത് അതും സുന്നത്തായ കാര്യമാണ്. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അപ്പോൾ തിരിച്ച് നമ്മൾ എന്ത് പറയണം? വ അലൈക്കും അസ്സലാം. അതുവരെ പറയാൻ നിർബന്ധമാണ്. അതിനേക്കാൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതായി കാണാം. വഇദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ, ഇസ്ലാമിന്റെ അഭിവാദ്യം എന്നത് സലാമാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനേക്കാൾ മെച്ചമായി അങ്ങോട്ട് അഭിവാദ്യം അർപ്പിക്കുക, അതല്ലെങ്കിൽ അത് തന്നെ നിങ്ങൾ തിരിച്ചു നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു അസ്സിയാദതു മൻദൂബത്തുൻ. അതിനേക്കാൾ കൂടുതലായി തിരിച്ചു പറയുക എന്നുള്ളത് അത് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. വൽ മുമാസലതു മഫ്റൂദത്തുൻ. അതുപോലെ പറയുക എന്നുള്ളത് അത് ഫർളാക്കപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അപ്പോൾ സലാമിന് മറുപടി പറയുന്നത് അതിന് രണ്ട് രൂപങ്ങളാണുള്ളത്. ഒന്നാമത്തേത് മുജ്സിഉൻ, മതിയാകുന്ന രൂപം, അതാണെന്ത്? ഇങ്ങോട്ട് എങ്ങനെ പറഞ്ഞുവോ അതുപോലെ പറയുക. രണ്ടാമത്തേത് അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠകരമായ രൂപം, അതെന്താണ്? ഇങ്ങോട്ട് അതിനേക്കാൾ കൂടുതലായി അങ്ങോട്ട് തിരിച്ചു പറയുക എന്നുള്ളതാണ്. അതിന് ധാരാളം തെളിവുകൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സംഭവം, ആദം അലൈഹിസ്സലാമിന്റെ സംഭവം. ആദം നബി അലൈഹിസ്സലാം അസ്സലാമു അലൈക്കും എന്നാണ് പറഞ്ഞത്. മലക്കുകൾ തിരിച്ച് എന്ത് പറഞ്ഞു? വ അലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹ്. വറഹ്മത്തുള്ളാഹ് എന്നുള്ള വാക്യം അത് കൂടുതലായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മലക്കുകൾ തിരിച്ച് മറുപടി പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം താങ്കൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. യുക്രി അലൈക്കി യഖറഉ അലൈക്കി സലാം. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് സലാം അടക്കിയതായി കാണാം. വ അലൈഹിസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അലൈക്കസ്സലാം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തത് എങ്ങനെയാണ്? അതിന്റെ പൂർണ്ണമായ രൂപത്തിലാണ് അവിടുന്ന് മറുപടി കൊടുത്തത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റുന്നതാണ്. പണ്ഡിതന്മാർ ചർച്ച ചെയ്ത മറ്റൊരു കാര്യമാണ്, നമ്മൾ ഒരാളോട് സലാം പറയുമ്പോൾ അയാൾ മറുപടി പറയില്ലേ എന്ന് ഭയന്നുകൊണ്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. അത്തരം ഭയപ്പാടുള്ള സന്ദർഭങ്ങളിലും സലാം പറയൽ എന്താണ്? സുന്നത്താണ്. കാരണം നമ്മൾ ഒരാളോട് സലാം പറഞ്ഞു, അയാൾ സലാം മടക്കിയില്ലെങ്കിൽ അയാളുടെ വലതുഭാഗത്തുള്ള മലക്കുകൾ നമുക്ക് വേണ്ടി സലാം മടക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഇമാം ബുഖാരി അദബുൽ മുഫ്രദിൽ അവിടുന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ സാമിത് അൽ ഗിഫാരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഖുൽതു ലി അബീ ദർരിൻ, അബൂദർ റളിയല്ലാഹു അൻഹു ആണ്, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, മറർതു ബി അബ്ദുറഹ്മാൻ ബിൻ ഉമ്മിൽ ഹകം, ഞാൻ അബ്ദുറഹ്മാൻ ബിൻ ഉമ്മിൽ ഹകമിന്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ ഫസല്ലംതു, ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനായ അബ്ദുല്ലാഹി ബിൻ സാമിത് അദ്ദേഹം പരാതി പറയുകയാണ്, ഞാൻ അബ്ദുറഹ്മാൻ ബിൻ ഉമ്മിൽ ഹകം അദ്ദേഹത്തിന്റെ അരികിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു, പക്ഷെ അദ്ദേഹം അത് മടക്കിയില്ല. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, യബ്ന അഖി, എന്റെ സഹോദരന്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, മാ യകൂനു അലൈക മിൻ ദാലിക്, നീ അതിന്റെ പേരിൽ ഒന്നും വിഷമിക്കേണ്ടതില്ല. റദ്ദ അലൈക മൻ ഹുവ ഖൈറും മിൻ, അവനേക്കാൾ ഉത്തമനായ ഒരാൾ നിനക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ആരാണത്? മലകുൻ അൻ യമീനിഹി, അവന്റെ വലതുഭാഗത്തുള്ള മലക്ക് നിനക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മറുപടി ലഭിക്കില്ല എന്ന് നമ്മൾ ഭയക്കുന്ന സന്ദർഭത്തിൽ പോലും സലാം പറയൽ സുന്നത്താണ്, അത് പറയേണ്ടതുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ് ഇതെല്ലാം നൽകുന്നത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുകയാണ്, അസ്സലാമു ഇസ്മുൻ മിൻ അസ്മാഇല്ല, അസ്സലാം എന്നുള്ളത് അല്ലാഹുവിന്റെ നാമമാണ്. എന്താണ് അതിന്റെ അർത്ഥം? അസ്സലാം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, സലിമ മിൻ കുല്ലി ഐബിൻ വനഖ്സ്, എല്ലാ പോരായ്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും മുക്തമായവൻ, അതാണ് അസ്സലാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അസ്സലാം എന്നുള്ളത് അല്ലാഹുവിന്റെ നാമമാണ്. വദഅഹു അല്ലാഹു ഫിൽ അർദ് ഐ അമറകും ബിഹി വഅല്ലമകും ലഫ്ളഹു, അല്ലാഹു ആ സലാം കൊണ്ട് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അതിന്റെ ലഫ്ള് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഫഅഫ്ശൂഹു ബൈനകും, അതിനാൽ നിങ്ങൾക്കിടയിൽ അത് വ്യാപിപ്പിക്കുക. എന്നിട്ട് പറയുകയാണ്, ഫഇന്നർ റജുലൽ മുസ്ലിമ ഇദാ മർറ ബിഖൗമിൻ ഫസല്ലമ അലൈഹിം, മുസ്ലിമായ ഒരു വ്യക്തി ഒരു വിഭാഗം ആളുകളുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി അവരോട് സലാം പറഞ്ഞു. ഫറദ്ദു അലൈഹി, അങ്ങനെ അവർ തിരിച്ചും ഇവരോടും സലാം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാന ലഹു അലൈഹിം ഫദ്ലു ദറജത്തിൻ ബിതദ്കീരിഹി ഇയ്യാഹുമുസ് സലാം, അപ്പോൾ സലാം പറഞ്ഞ വ്യക്തിക്ക് ആ മടക്കിയ വ്യക്തിയേക്കാൾ ഒരു ഫദ്ൽ ദറജ കൂടുതലാണ്. കാരണം ആ വ്യക്തിയാണെന്ത് സലാം തുടങ്ങിയത്, അതുപോലെ അവരെ സലാം ഓർമ്മിപ്പിച്ചതാരാണ്? ആ സലാം പറഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് അവരെക്കാൾ ഒരു
ഫദ്ല്, ഒരു പദവി കൂടിയ വ്യക്തി ആ സലാം പറഞ്ഞ വ്യക്തിയായിരിക്കും. എന്നിട്ട് പറയുകയാണ് ഫഇല്ലം യറുദ്ദു അലൈഹി, ഇനി അവർ നിനക്ക് അവന് സലാം മറുപടി കൊടുത്തില്ല എങ്കിൽ റദ്ദ അലൈഹി മൻ ഹുവ ഖൈറും മിൻഹും വഅത്യബ്, അവരെക്കാൾ ഖൈറായ, അവരെക്കാൾ ഉന്നതനായ ആളുകൾ, ഉത്തമരായ പരിശുദ്ധരായ മലക്കുകൾ അവന് മറുപടി നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഇനി അടുത്തതായി സലാമുമായി ബന്ധപ്പെട്ട അടുത്തൊരു മര്യാദയാണ് അൽ മുസാഫഹതു ഇൻദ തഹിയ്യ. അഭിവാദ്യം ചെയ്യുക, സലാം പറയുന്ന സന്ദർഭത്തിൽ മുസാഫഹത്ത് ചെയ്യുക, പരസ്പരം ഹസ്തദാനം ചെയ്യുക, കൈ കൊടുക്കുക എന്നുള്ള കാര്യം. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യതഫറഖാ. രണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾ അവർ പരസ്പരം കണ്ടുമുട്ടുകയും എന്നിട്ട് പരസ്പരം ഹസ്തദാനം ചെയ്യുകയും മുസാഫഹ ചെയ്യുകയും ചെയ്താൽ അവർ വേർപിരിയുന്നതിന് മുൻപായി അവരുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം ഇന്നൽ മുഅ്മിന ഇദാ ലഖിയൽ മുഅ്മിന, മുഅ്മിനായ ഒരു വ്യക്തി മറ്റൊരു മുഅ്മിനെ കണ്ടുമുട്ടുകയാണ്, ഫസല്ലമ അലൈഹി, എന്നിട്ട് അവനോട് സലാം പറയുകയാണ്, വഅഖദ ബിയദിഹി ഫസാഫഹു, അവന്റെ കൈ പിടിച്ച് ഹസ്തദാനം ചെയ്യുകയാണെങ്കിൽ തനാസറത് ഖതായാഹുമാ കമാ യതനാസറു വറഖു ശജർ, മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ അവരിരുവരുടെയും പാപങ്ങൾ, തെറ്റുകൾ, ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന കൊഴിഞ്ഞു പോകുന്നതാണ്. ആ കൈ മുസാഫഹത്ത് ചെയ്യുന്നതിലൂടെ അത് കൊഴിഞ്ഞു പോകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം കാന അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ തലാഖൗ തസാഫഹു, റസൂലിന്റെ സഹാബത്ത് അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ കൈ കൊടുക്കാറുണ്ടായിരുന്നു, മുസാഫഹത്ത് ചെയ്യാറുണ്ടായിരുന്നു. വഇദാ ഖദിമു മിൻ സഫരിൻ തആനഖു, അവർ ദൂരെ നിന്ന് യാത്രയൊക്കെ കഴിഞ്ഞു വന്നാൽ അവർ പരസ്പരം ആലിംഗനം ചെയ്യാറുണ്ട്, പരസ്പരം കെട്ടിപ്പിടിക്കാറുണ്ട് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞതായി കാണാം. അപ്പോൾ സലാം നൽകുന്ന പറയുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം സ്ത്രീകൾക്ക് കൈ കൊടുക്കുന്ന വിഷയമാണ്. നമുക്ക് മഹ്റമല്ലാത്ത ആളുകൾക്ക് കൈ കൊടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചില സ്ത്രീകൾ റസൂലിനെ ബൈഅത്ത് ചെയ്യുമ്പോൾ റസൂലിന്റെ കൈ കൊടുക്കാൻ വേണ്ടി അവർ ഒരുങ്ങിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം ഇന്നി ലാ ഉസാഫിഹു നിസാ, ഞാൻ സ്ത്രീകൾക്ക്, അന്യ സ്ത്രീകൾക്ക് ഞാൻ കൈ കൊടുക്കുകയില്ല, ഹസ്തദാനം ചെയ്യുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഇമാം മുനാവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു വമൻ ഹറുമ നദറുഹു ഹറുമ മസ്സുഹു, നിനക്ക് കാണൽ ഹറാമായ ആളുകൾ ആരൊക്കെയാണോ അവരെ സ്പർശിക്കലും നിനക്കെന്താണ്, ഹറാമാണ്. അപ്പോൾ മഹ്റമല്ലാത്ത അന്യരായ ആളുകൾ അവരുമായി കൈ കൊടുക്കുക എന്നുള്ളത് അതുപോലെ മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമായ കാര്യമാണ്. പക്ഷേ ഇത് ഇന്ന് ആളുകൾക്കിടയിൽ അതിന്റെ ഗൗരവം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നുപോയിട്ടുണ്ട്. എല്ലാവർക്കും കൈ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരും യുവതികളെല്ലാം ആ ഒരു അവസ്ഥയിലേക്ക് മാറിയതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ സാബിത്ത് അൽ ബുനാനി റഹിമഹുല്ലാഹ് അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം പറയുകയാണ് അന്ന അനസൻ കാന ഇദാ അസ്ബഹ ദഹന യദഹു ബിദുഹ്നിൻ തയ്യിബിൻ ലിമുസാഫഹതി ഇഖ്വാനിഹി. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ ഖാദിമാൻ, അവരെ കുറിച്ച് പറയുകയാണ് അനസ് റളിയല്ലാഹു അൻഹു രാവിലെ പ്രഭാതമായാൽ സുബഹിയായാൽ തന്റെ കയ്യിൽ നല്ല സുഗന്ധമുള്ള എണ്ണകൾ പുരട്ടാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്? തന്റെ സഹോദരന്മാരോട് മുസാഫഹത്ത് ചെയ്യുമ്പോൾ ആ ഒരു സുഗന്ധം അവർക്ക് കൈമാറുന്നതിന് വേണ്ടി, അവരുടെ മനസ്സിലൊരു സന്തോഷം ജനിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്റെ കയ്യിൽ സുഗന്ധം പുരട്ടിയിരുന്നു എന്ന് മഹാന്മാരായ താബിഈങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല ശീലങ്ങൾ, ആദാബുകൾ അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ് മിൻ തമാമി തഹിയ്യതി അൻ തുസാഫിഹ അഖാക. തമാമു തഹിയ്യ, ഒരു അഭിവാദ്യത്തിന്റെ അതിന്റെ പൂർണ്ണ രൂപമാണെന്ത്? നീ അഭിവാദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ നിന്റെ സഹോദരന് കൈ കൊടുക്കുക, ഹസ്തദാനം ചെയ്യുക എന്നുള്ളത്. അതിലൂടെ ധാരാളം പ്രതിഫലങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. സലാമുമായി ബന്ധപ്പെട്ട് ഇനിയും ധാരാളം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുണ്ട്. വരുന്ന ദർസുകളിൽ നമുക്കത് സൂചിപ്പിക്കാവുന്നതാണ്. പഠിച്ച കാര്യങ്ങൾ അത് അമലാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, അവിടുന്ന് നമ്മൾ പഠിപ്പിച്ചു തന്ന ആദാബുകൾ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും توفيق നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم صل وسلم على نبينا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.